നിറക്കൂട്ടുകൾ കഥ പറഞ്ഞിരുന്ന 17-ാം നൂറ്റാണ്ടിലെ ബറോക്ക് കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത്. ഛായാചിത്രങ്ങളിലെ മുഖഭാവങ്ങളിലും നിറഭേദങ്ങളിലും ഒളിപ്പിച്ചു വെച്ച പല സംഘർഷങ്ങളും ഇന്നും ചർച്ചാ വിഷയമായി തുടരുന്ന അതേ ബറോക്ക് കൾച്ചറിൻ്റെ നിഴൽ പറ്റി നടക്കുമ്പോൾ സ്വന്തം വേദനകളും മാനസിക പിരിമുറുക്കങ്ങളും പ്രതികാരദാഹവുമൊക്കെ തൻ്റെ ക്യാൻവാസിലെ കഥാപാത്രങ്ങളിലൂടെ പ്രകടിപ്പിച്ച ഒരു സ്ത്രീയെ പരിചയപ്പെടുവാൻ സാധിക്കും. ആർട്ടിമീഷ്യ ജെൻറ്റിലസ്കി. സമകാലിക കലാകാരന്മാരുടെ സൃഷ്ടികളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ആർട്ടിമീഷ്യ ജെൻറ്റിലസ്കിയുടെ രചനകളിൽ ഉശിരുള്ള നായികകളായി മാറി. ധീരതയുടെയും ചങ്കൂറ്റത്തിൻ്റെയും പ്രതീകങ്ങളായി മാറി. ഇപ്രകാരമുള്ള ചിത്രരചനയ്ക്ക് ജെൻറ്റിലസ്കിയെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കാം എന്ന് നോക്കാം. വൈവിധ്യമാർന്ന നിറങ്ങൾ ഉപയോഗിച്ച് നാടകീയമായ രംഗങ്ങൾ ക്യാൻവാസിൽ പകർത്തുന്ന രീതിയായിരുന്നു ബറോക്ക് പെയിൻറ്റിങ്ങുകളുടേത്. ഇളം നിറങ്ങളും കടുത്ത ചായക്കൂട്ടുകളും ഉപയോഗിച്ച് ഒരു സ്ട്രോങ് കോൺട്രാസ്റ്റ് കൂട്ടുകെട്ടിലൂടെയാണ് ഈ ചിത്രങ്ങൾ വരച്ചെടുക്കുന്നത്. ചിത്രങ്ങളിലെ നിഴലുകൾക്ക് പോലും ഇമോഷൻസ് കൊണ്ടുവരുവാൻ ഈ ചിത്രരചനാ രീതിക്ക് സാധിച്ചിരുന്നു. അതുവരെ നിലനിന്നിരുന്ന ഛായാചിത്രങ്ങളിൽ നിന്നും ബറോക്ക് രചനകളെ വ്യത്യസ്തമാക്കുന്നത് ചിത്രരചനയ്ക്ക് സ്വീകരിക്കുന്ന വിഷയമാണ്. ഒരു വ്യക്തിയെയോ പ്രകൃതിയെയോ മറ്റു വസ്തുക്കളെയോ വിഷയമാക്കുന്നതിലുപരി നാടകീയമായ ഒരു സംഭവത്തിൻ്റെ അവതരണമാണ് രചിക്കപ്പെടുന്നത്. ഒരു ആക്ഷൻ സീക്വൻസ് ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഒരു മൂവ്മെൻ്റ് ഉള്ളതായി കാഴ്ചക്കാരന് അനുഭവപ്പെടുന്നു. അതിതീവ്രമായ ഉത്കണ്ഠാജനകമായ എന്തോ ഒന്ന് നോക്കി നിൽക്കുന്ന ആളെ പോലെ ആസ്വാദകൻ അത് നോക്കി നിൽക്കുമായിരുന്നു. കഥാപാത്രങ്ങളുടെ മുഖഭാവങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യമാണ് ചിത്രത്തിന് ജീവൻ നൽകിയിരുന്നത്. ബറോക്ക് പെയിൻറ്റിംഗ് വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഈ രംഗത്ത് പ്രശസ്തി നേടുക എന്നത് വളരെ അപൂർവമായ ഒന്നായിരുന്നു. അങ്ങനെ ഒരാളായിരുന്നു ഇറ്റലിക്കാരിയായ ആർട്ടിമീഷ്യ ജെൻറ്റിലസ്കി. ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടമായ ആർട്ടിമീഷ്യ വളർന്നത് അച്ഛൻ ഒറാൻസിയോ ജെൻറ്റിലസ്കിയുടെ ശിക്ഷണത്തിലാണ്. അച്ഛൻ്റെയും അദ്ദേഹത്തിൻ്റെ ആൺ സുഹൃത്തുക്കളായ കലാകാരന്മാരുടെയും ഇടയിൽ വളർന്ന ആർട്ടിമീഷ്യ ചിത്രരചനയിൽ നന്നേ ചെറുപ്പം മുതലേ തന്നെ ആകൃഷ്ടയായിരുന്നു. വരകളുടെ ലോകത്തേക്ക് അവളെ കൈപിടിച്ച് നടത്തിയതും ഒറൻസിയോ തന്നെയായിരുന്നു. കാരവാജിയോ എന്ന പ്രശസ്തനായ ചിത്രകാരൻ്റെ കടുത്ത ആരാധകരായിരുന്നു ഇരുവരും. അതുകൊണ്ട് തന്നെ ഒരു കാരവാജിയോ ടച്ച് ഇരുവരുടെയും ചിത്രങ്ങളിലും കാണാൻ സാധിക്കുമായിരുന്നു. 16 വയസ്സ് മാത്രം പ്രായമായിരിക്കെ അവൾ വരച്ച ചിത്രമായ സൂസന്ന ആൻഡ് ദി എൽഡേഴ്സ് വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. വിവാഹിതയും സുന്ദരിയുമായിരുന്ന സൂസന്ന എന്ന യുവതി, അവൾ കുളിക്കുന്ന വേളയിൽ 2 പുരുഷന്മാർ മറഞ്ഞിരുന്ന് നോക്കുകയും വ്യഭിചാരത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ബിബ്ലിക്കൽ രംഗമായിരുന്നു അത്. എന്നാൽ ദൈവഭയമുള്ളവളായിരുന്ന സൂസന്ന ഇതിനു വഴങ്ങാതെ സധൈര്യം പൊരുതി നിന്ന കഥ നമ്മളിൽ പലർക്കും അറിയാമായിരിക്കും. ആർട്ടിമീഷ്യയ്ക്ക് മുൻപ് പലരും ഈ ചിത്രം വരച്ചിട്ടുണ്ടെങ്കിലും സൂസന്നയുടെ എതിർപ്പും ക്ലേശവും ഭയവും ഒന്നും ഇത്ര തീവ്രമായി ചിത്രീകരിക്കാൻ അവർക്കാർക്കും സാധിച്ചിരുന്നില്ല. ഒരു പക്ഷേ ഒരു കൂട്ടം പുരുഷന്മാരുടെ ഇടയിൽ വളരേണ്ടി വന്നപ്പോൾ അവൾ നേരിട്ട അനാവശ്യമായ നോട്ടങ്ങളും അധികാരപ്രയോഗങ്ങളും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ആർട്ടിമീഷ്യയെ തന്നെ ആവാം അവൾ സൂസന്നയിലൂടെ വരച്ചു കാട്ടാൻ ശ്രമിച്ചത്. സൂസന്ന വലിയ ചർച്ചാ വിഷയമാവുകയും ആർട്ടിമീഷ്യ പ്രശസ്തി പിടിച്ചുപറ്റുകയും ചെയ്ത സമയത്താണ് അവളെ അടിമുടി തകർത്തുകൊണ്ട് ആ ദുരന്തം അരങ്ങേറുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു ലാൻഡ്സ്കേപ്പ് സീസ്കേപ്പ് ചിത്രകാരനായിരുന്നു അഗസ്തീനോ ടാസി. ചിത്രകാരനായതിനാൽ തന്നെ ആർട്ടിമീഷ്യയെയും ഒറാൻസിയോയെയും പരിചയമുള്ള ആളായിരുന്നു അഗസ്തീനോ. ഈ സാഹചര്യം മുതലെടുത്ത അഗസ്തീനോ 17 വയസ്സ് മാത്രം പ്രായമുള്ള ആർട്ടിമീഷ്യയെ തരം കിട്ടിയപ്പോൾ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ആകെ തകർന്നുപോയ ആർട്ടിമീഷ്യയും ഒറാൻസിയോയും നിയമസഹായം തേടി. ഇതിനു മുൻപും സമാനമായ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിരുന്ന ഒരാളായിരുന്നു അഗസ്തീനോ. 7 മാസത്തിലധികം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ കുറ്റക്കാരനായി കണ്ടെത്തിയ അഗസ്തീനോയെ 2 വർഷം കഠിന തടവിന് വിധിക്കുന്നു. എന്നാൽ ഈ വിധി പിന്നീട് റദ്ദാക്കപ്പെട്ടതായി കരുതപ്പെടുന്നു. വിചാരണക്കാലം അത്രയും ആർട്ടിമീഷ്യ വലിയ യാതനകളിലൂടെയാണ് കടന്നുപോയത്. ഈ കാലയളവിൽ അവൾ അനുഭവിച്ച മാനക്കേടും തലയിലേറിയ അപകീർത്തിയുമൊക്കെ ഒരു 17കാരിക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. ഒടുവിൽ തൻ്റെ ജീവിതം പിച്ചി ചീന്തിയവൻ ശിക്ഷയൊന്നും ലഭിക്കാതെ രക്ഷപ്പെട്ട് നാടുവിട്ടെന്നറിഞ്ഞ ആർട്ടിമീഷ്യയ്ക്ക് നിഷ്കരുണം തന്നെ കൈവിട്ട നീതിന്യായത്തെ നിസ്സഹായയായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എന്നാൽ ഈ തിരിച്ചടികൾ
അവളിൽ പരിവർത്തനത്തിന് വഴിയൊരുക്കി തുടങ്ങിയിരുന്നു. പിന്നീട് വിവാഹിതയായി കുടുംബിനിയായി ജീവിതം മുന്നോട്ട് നീങ്ങിയെങ്കിലും പെയിന്റിംഗ് ബ്രഷ് നിലത്ത് വയ്ക്കുവാൻ അവൾ തയ്യാറായിരുന്നില്ല. വരകൾ കൊണ്ട് പ്രതികരിക്കുവാൻ തീരുമാനിച്ച അവൾ തൻ്റെ ചിത്രങ്ങളിൽ കൂടുതൽ അക്രമാസക്തമായ രംഗങ്ങൾ ഉൾക്കൊള്ളിക്കുവാൻ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെയിന്റിംഗ് ആണ് ജൂഡിത്ത്. വിധവയും സുന്ദരിയുമായ ജൂഡിത്ത് തൻ്റെ നഗരമായ ബത്തൂലിയ നശിപ്പിക്കുവാൻ തയ്യാറെടുക്കുന്ന അസീറിയൻ ജനറലായ ഹോളോഫെർണോസിന്റെ അടുത്ത് തന്ത്രപൂർവ്വം അടുത്തുകൂടുകയും മദ്യലഹരിയിലായിരുന്ന ഹോളോഫെർണോസിന്റെ ശിരസ്സറുത്ത് കൊലപ്പെടുത്തി തൻ്റെ നഗരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് പശ്ചാത്തലം. ഇതിനു മുമ്പും പല ചിത്രകാരന്മാരും ഈ വിഷയം വരച്ചിട്ടുണ്ട്. അവളുടെ ആരാധ്യ പുരുഷനായ കാരവാഞ്ചിയോ പോലും ജൂഡിത്തിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ജൂഡിത്തിൽ തന്നെ കാണാൻ ശ്രമിച്ച ആർട്ടിമേഷ്യയുടെ ചിത്രത്തിന്റെ തീവ്രത എടുത്തു പറയേണ്ട ഒന്നായിരുന്നു. ജൂഡിത്ത് ഹോളോഫെർണസിന്റെ തലയറുത്തതുപോലെ ഒരു പിച്ചാത്തിപിടിയിൽ തന്നെ പീഡിപ്പിച്ചവനെ കൊല്ലണമെന്ന് വിചാരണ നടന്ന കാലത്ത് താൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ആർട്ടിമേഷ്യ പിന്നീട് ഏറ്റുപറയുന്നുണ്ട്. കാരവാജിയോയുടെ ജൂഡിത്ത് ഒരു യുവതിയും മുത്തശ്ശിയുടെ പ്രചോദനത്തിൽ നിന്നും ധൈര്യം ഉൾക്കൊണ്ട് എന്നാൽ ഒരു ഭയത്തോടെ ഹോളോഫെർണസിന്റെ കഴുത്തറക്കുന്ന ഒരു തീവ്രത കുറഞ്ഞ പെൺകുട്ടിയായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. കഴുത്തറക്കുമ്പോൾ വാർന്നൊഴുകുന്ന രക്തം കണ്ട് പുരുകം ചുളിച്ച് ഒരൽപ്പം പിന്നിലേക്ക് വലിഞ്ഞ് തുടങ്ങിവെച്ച കൊലപാതകം എങ്ങനെയൊക്കെയോ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന അത്ര ശക്തിയല്ലാത്ത ഒരു ജൂഡിത്ത്, കാഴ്ചക്കാരിൽ സഹതാപം ഉളവാക്കിയെടുക്കുന്ന ഒരു ജൂഡിത്ത്. ഇതാണ് കാരവാജിയോയുടെ ജൂഡിത്തെങ്കിൽ ആർട്ടിമേഷ്യയുടെ ജൂഡിത്ത് വളരെ ദൃഢനിശ്ചയത്തോടെ എന്താണ് താൻ ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമായി അറിയാവുന്ന, അതിന് ഒരു മടിയും ഇല്ലാത്ത പക്വതയാർന്ന ഒരു സ്ത്രീയാണ്. ഇവിടെ ജൂഡിത്ത് വളരെ പവർഫുള്ളായ ഒരു ഹീറോയിനാണ്. സഹായിയായ യുവതിയേക്കാൾ മേൽക്കൈ ജൂഡിത്തിന് തന്നെയാണ്. ചിത്രത്തിൽ ഒരു കൈകൊണ്ട് ഹോളോഫെർണസിന്റെ തല തിരിച്ചു പിടിച്ച് മറ്റേ കൈയിലെ വാളുകൊണ്ട് ഹോളോഫെർണസിന്റെ തലയറക്കുമ്പോൾ അവളുടെ ശരീരം ഇരയ്ക്ക് നേരെ തിരിച്ച് ശക്തി മുഴുവൻ ഉപയോഗിച്ച് അയാളെ പ്രതിരോധിക്കുന്ന ശക്തിയായ ജൂഡിത്തിനെയാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ആർട്ടിമേഷ്യയുടെ ജൂഡിത്തിന് ഏറെക്കുറെ അവളുടെ തന്നെ മുഖസാദൃശ്യമുള്ളതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. പിന്നീട് നിരവധി പ്രശസ്ത ചിത്രങ്ങൾ ഒറ്റയ്ക്കും വിശ്വവിഖ്യാത ചിത്രകാരന്മാരോട് ചേർന്നും അവൾ വരച്ചെങ്കിലും ജൂഡിത്ത് എന്ന ചിത്രം ഇന്നും അവളുടെ മാസ്റ്റർ പീസായി തുടരുന്നു. വാളെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും പെയിന്റിംഗ് ബ്രഷ് എടുത്ത് അതിലൂടെ തൻ്റെ പ്രതികാരം ലോകത്തിന് കാണിച്ചു കൊടുത്ത് രക്തച്ചൊരിച്ചിൽ ക്യാൻവാസിൽ മാത്രമായി ഒതുക്കി നിർത്തിയ ആർട്ടിമേഷ്യ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ?